മുന്നണി പ്രവേശനം സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടോ ഇതുവരെ? ഞാനിപ്പോ ഈ ജയിലിന്റെ അകത്ത് എന്ത് ചർച്ച നടത്തും? ഒരു ഔദ്യോഗിക ചർച്ച എവിടെ നടന്നു? ഔദ്യോഗികമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ ഈ പേഴ്സണൽ ബന്ധങ്ങളിലെ ആളുകളല്ലേ മനുഷ്യരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ഘട്ടത്തിൽ അങ്ങേ തള്ളി പറഞ്ഞ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിൽ ഈ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, വി ഡി സതീശൻ എന്നെ തള്ളി പറഞ്ഞു എന്ന അഭിപ്രായം എനിക്ക് അന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പല സമയത്ത് നിങ്ങൾ ചോദിച്ചിട്ടില്ല. അദ്ദേഹം പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരു മറുപടിയിൽ എപ്പോഴും അദ്ദേഹം എന്നെ അന്നും തള്ളി പറഞ്ഞിട്ടില്ല, ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല. നാളെ ഞങ്ങൾ കാണേണ്ടവരാണ്, ഒരുപക്ഷെ ഒരുമിച്ച് നീങ്ങേണ്ടവരാണ്. അത് അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിലൊന്നും ഒരു അർത്ഥമില്ല. ഇവിടെ പിണറായിസത്തെ താഴെ ഇറക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം PV അൻവറിനെ സംബന്ധിച്ചുള്ളൂ. ആ മുദ്രാവാക്യത്തിന് ആരോടൊപ്പം UDF എങ്ങനെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകണം, അങ്ങനെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകും. അതുപോലെ ഇന്നിപ്പോ കോൺഗ്രസ് നേതാക്കൾ വന്ന പ്രതികരണത്തിൽ VT ബൽറാം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്, താങ്കൾ VD സതീശനെതിരെ നടത്തിയിട്ടുള്ള അഴിമതി ആരോപണം, അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണം, ഇതെല്ലാം തിരുത്താൻ തയ്യാറാകണം, എന്നാൽ ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിത പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അത്തരം ആരോപണങ്ങളിൽ തിരുത്താൻ തയ്യാറാകുമോ? അല്ല, അത് ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിന് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കട്ടെ, അതിനുശേഷം ചർച്ച നടത്താമെന്നാണ് UDF പല നേതാക്കളും പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് ഇനി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അതായത് UDF ചേർന്ന് പോകാം എന്നുള്ള ഒരു രാഷ്ട്രീയ അതാണല്ലോ ഇപ്പൊ ഞാൻ ആകത്തോടെ പറഞ്ഞു വന്നത്. അതാണല്ലോ ഇവിടെ പറഞ്ഞു വന്നത്. ഇവിടെ പിണറായിസത്തെ താഴെ ഇറക്കുക, അതിനെന്ത് വേണം? ആ എന്ത് നിലപാടും ഞാൻ ചെയ്യും. അല്ല, ഒറ്റ കാര്യം കൊണ്ട് ഒരു സംശയം കൊണ്ട് ചോദിക്കാം. അങ്ങ് ഇതുവരെ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയിരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഇനിയിപ്പം UDF ചേർന്ന് മുന്നോട്ട് പോകും എന്നതാണോ? അല്ല, എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം. എന്തായാലും പിണറായിസത്തെ തകർക്കാൻ ഇവിടെ ഇപ്പൊ മുൻഗണനയിലുള്ള ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ UDF ആണല്ലോ. അവരോടുമായി സഹകരിച്ച് എന്റെ ശക്തി കൂടി അതിന് പകരുന്ന നിലപാടായിരിക്കും. ഇപ്പൊ ജയിലിൽ പോകുന്നതിന് മുൻപ് പല ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു, പിന്നീടാണ് തവനൂരിലേക്ക് മാറ്റുന്നത്. അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? ജയിലിലെ കാര്യമൊക്കെ വളരെ മോശമായിരുന്നു. ഒരു MLA എന്ന നിലക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അത് ഞാനിപ്പോൾ പറയാത്തതെന്ന് വെച്ചാൽ പൊതുവിൽ MLA-മാർക്കുള്ള പരിഗണന എന്താണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല. അതായത് ക്വാറന്റൈൻ സെല്ലിലാണ് അങ്ങേ പാർപ്പിച്ചെന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അങ്ങനെയാണോ? അല്ല, മോശമായ സ്ഥിതി തന്നെയായിരുന്നു. ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല എനിക്ക് കൊടുത്തു തന്നിട്ടുള്ളത്. ഞാൻ എന്താ പറയാ, രാവിലെ ഒരു ചായ കുടിച്ചു, ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു. അപ്പോ ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ അത് കഴിക്കാൻ എനിക്ക് എന്തോ ഇനിയിപ്പോ 10 ദിവസം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം തന്നെ. ഞാൻ ആ ഭക്ഷണത്തിനെ കുറ്റില്ല. ഇവിടെ അങ്ങനെ എല്ലാം മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. നമ്മൾ തടവുകാരുമായിട്ടൊക്കെ സംസാരിച്ചാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറയാ, മോശമല്ലാത്ത രീതിയിൽ ജയില് ഇവിടുത്തെ അധികാരികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയല്ല കേരളത്തിലെ നിയമസഭാ സാമാജികന് ഒരു MLA-ക്ക് കൊടുക്കേണ്ട പരിഗണന. എനിക്കതറിയില്ല. കാരണം ഒരു MLA-ക്ക് ഒരു ജയിലിൽ കൊടുക്കേണ്ട A ക്ലാസ് പരിഗണന എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം ഇവരെന്നോട് ചെയ്തത് ശരിയാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ. മനസ്സിലായില്ലേ? എനിക്ക് ഒരു സാധാ തടവുകാരുടെ സാഹചര്യത്തിൽ നിന്ന് ഒരു കട്ടിലല്ലാതെ, കട്ടിലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, കോട്ട്, അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു തലയണ ഞാൻ ചോദിച്ചിട്ട്, അല്ല പറയട്ടെ, തലയണ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗിഡിനെസ്സിലാണ് നിൽക്കുന്നത്. എനിക്ക് തല ഇറങ്ങുന്നത് എൻ്റെ പെരടിയിൽ എനിക്ക് ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ തലയണ വെച്ചേ കിടക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു സാധനം തരാൻ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇന്ന് വൈകുന്നേരം വരെ ചോദിച്ചിട്ടും അത് അവിടെ തരാൻ അവിടെ എന്താ പറയുക ഇവിടുത്തെ സൂപ്രണ്ട് തയ്യാറായിട്ടില്ല. ഇത്തരം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഞാൻ ആദ്യം എന്ത് പരിഗണനയാണ് ഒരു MLA-ക്ക് കൊടുക്കട്ട്, എന്താണ് നിയമം അതിൽ അനുശാസിക്കുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല. എന്നാൽ സംഗതി മോശമായിരുന്നു. അറിയില്ല. ഇല്ല, ഭക്ഷണം മോശമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ആ ഭക്ഷണം തൃപ്തിപ്പെട്ടില്ല. എന്തുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ,
ഭക്ഷണമാണല്ലോ ഇവിടെ പലപ്പോഴും ആളുകളെ വഴിയാധാരാക്കല്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഉച്ചക്ക് വന്ന ഭക്ഷണത്തിൽ എനിക്ക് വ്യക്തിപരമായി ഒരു സംശയം തോന്നിയോണ്ട് ഞാനത് എന്താ പറയാ, എന്ത് സംശയമായിരുന്നു? അല്ല ഇതിപ്പോ പലർക്കും വിഷം കൊടുത്ത് കൊന്നിട്ടും അല്ലാതെയും കത്തിയെടുത്ത് കുത്തിയൊക്കെ കൊന്ന് പരിചയമുള്ളവരാണല്ലോ. അപ്പം സ്വാഭാവികമായി എനിക്ക് അങ്ങനെ ഡൗട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാം. താങ്കൾ അങ്ങോട്ടേക്ക് UDF-ന്റെ പ്രവേശനമായിട്ട് പോകുമോ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള ഇതിപ്പോ ഒരു പാലമുണ്ടെങ്കിൽ എവിടുന്ന് നടക്കണം എന്തർത്ഥമാണ്? അതായത് നിലവിലുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്നതാണോ ഇപ്പോഴത്തെ ഈ ജയിൽവാസം? അതെ അതെ. അല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ ഓരോ പ്രതിസന്ധികളും ഏത് മനുഷ്യനാണെങ്കിലും എന്താ ആ എക്സ്പീരിയൻസ് ആണുള്ള ശക്തി ഉണ്ടാകും, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും പിണറായിസം ഈ പറയുന്ന ഭരണകൂടത ഭീകരതക്കെതിരെ, പിണറായിയുടെ ഈ ന്യൂനപക്ഷ എന്താ പറയാ വേട്ടക്കെതിരെയുള്ള സമരം അതിശക്തമാക്കി മുന്നോട്ട് പോകും. മലയോര കർഷകരുടെ, പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ വിഷയം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഇന്നുള്ള ഈ വിഷയങ്ങൾ അവിടുത്തെ ഈ പറയുന്ന കർഷക സംഘങ്ങളും തിരുമേനിമാരുമായി കൂട്ടിഘടിപ്പിച്ചിട്ടുള്ള വലിയ പോരാട്ടം ഈ വന്യമൃഗശല്യത്തിനെതിരെ തുടരും. ഈ നിയമം ഭേദഗതി ഒരു കാരണവശാലും കേരളത്തിന്റെ നിയമസഭയിൽ പാസാക്കി എടുക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള എന്താ പറയാ പോരാട്ടം നടത്താനുള്ള വഴി ആലോചിക്കും.